നമസ്കാരം. കേരള നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പുലർത്തുന്ന തുടർച്ചയായിട്ടുള്ള മൗനം ഇടതു മുന്നണിയിലും അതോടൊപ്പം തന്നെ CPM-ലും വലിയ തോതിലുള്ള ആഭ്യന്തര ചർച്ചകൾക്കും അതൃപ്തികൾക്കുമൊക്കെ തന്നെ വഴി തുറന്നിരിക്കുകയാണ്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷ അംഗങ്ങൾ സഭയിൽ പ്രതിപക്ഷത്തിന് നേരെ ശക്തമായ രാഷ്ട്രീയ ആക്രമണം അഴിച്ചുവിടുമ്പോഴും അതിനെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് നിസ്സംഗനായിട്ട് ഇരിക്കുന്നത് പാർട്ടി അണികൾക്കിടയിലും കടുത്ത നിരാശയ്ക്ക് കാരണമാകുന്നുണ്ട്. ഭരണപക്ഷത്തെ കാര്യമായിട്ട് എതിർക്കുന്നതിൽ പ്രതിപക്ഷം പൂർണ്ണമായും പരാജയപ്പെടുന്നുവെന്ന തരത്തിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുമ്പോൾ സഭയ്ക്ക് പുറത്ത് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതൃത്വം സഭയ്ക്കുള്ളിൽ പൂർണ്ണമായും നിഷ്ക്രിയമാകുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഒരക്ഷരം മിണ്ടാതെ മൗനം പാലിക്കുന്നുവെന്ന ചോദ്യം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കൂടാതെ ഭരണപക്ഷ നിരയിൽ നിന്ന് KN ബാലഗോപാൽ അടക്കമുള്ള പ്രമുഖർ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നിലപാടിനെതിരെ സഭയിൽ പരസ്യമായി രംഗത്ത് വന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഭരണപക്ഷത്തിൻ്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവിന് പഴയതുപോലെ തത്സമയം മറുപടി നൽകാനായിട്ട് സാധിക്കാത്തതിന് പിന്നിൽ അദ്ദേഹത്തെ അലട്ടുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവുമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. കാരണം മുൻകാലങ്ങളിൽ സഭയെ തൻ്റെ വാക്ചാതുര്യം കൊണ്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ടും നിയന്ത്രിച്ചിരുന്ന പിണറായി വിജയൻ്റെ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമീപകാലത്തായി മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗ രൂപങ്ങൾ നോക്കി വായിക്കാൻ മാത്രമാണ് അദ്ദേഹം തയ്യാറാകുന്നത്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഭരണപക്ഷ നേതാവായിട്ടുള്ള VD സതീശനോട് അതേ നാണയത്തിൽ തർക്കിച്ചു നിൽക്കാനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കെൽപ്പ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഇല്ലെന്ന യാഥാർത്ഥ്യം പാർട്ടിയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഈ തളർച്ച AKG സെൻറ്ററിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. സഭയിൽ പാർട്ടി ഇത്രത്തോളം അവകാശിരാകുന്നത് തടയാനായിട്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നിസ്സംഗതയ്ക്ക് പരിഹാരമായിട്ട് സഭയിൽ ഭരണപക്ഷത്തെ നേരിടാനായിട്ട് സജീവവും വാഗ്മീയവുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ ഉപനേതാവ് വേണമെന്ന ആവശ്യം ഇപ്പോൾ CPM-നുള്ളിൽ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പല വിഷയങ്ങളിലും മൗനം പാലിക്കുമ്പോൾ സഭയിൽ പാർട്ടിയുടെ നിലപാടുകൾ കൃത്യമായി അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ മുൻനിരയിൽ ഉണ്ടാകണമെന്നാണ് പാർട്ടിയുടെ പൊതുവികാരം. മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലിൻ്റെ പേരാണ് ഈ പദവിയിലേക്ക് അണികളും ഒരു വിഭാഗം നേതാക്കളും പ്രധാനമായിട്ട് നിർദ്ദേശിക്കുന്നത്. സഭയിലെ സാമ്പത്തികവും നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ VD സതീശനെ പോലെയുള്ള ഒരു മികച്ച തർക്കശാസ്ത്രജ്ഞനെ നേരിടാൻ ബാലഗോപാലിന് മാത്രമേ സാധിക്കൂ എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ നിലവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ കസേര വിട്ടുകൊടുക്കാനായിട്ട് പിണറായി വിജയൻ അനുകൂലികൾ തയ്യാറാകാത്തതുപോലെ തന്നെ ഒരു ഉപനേതാവിനെ നിശ്ചയിക്കുന്നതിനോടും അവർക്ക് താല്പര്യമില്ല. കാരണം ഉപനേതാവായിട്ട് KN ബാലഗോപാൽ വന്നാൽ അത് ഭാവിയിൽ പിണറായി വിജയന് ശേഷമുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പിൻഗാമിയായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കാനായിട്ട് കാരണമാകുമെന്നും ഇത് കണ്ണൂർ ലോബിയുടെയോ മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെയോ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും പിണറായി പക്ഷം ഭയപ്പെടുന്നു. ഭരണപക്ഷത്തിരുന്ന കാലത്ത് പിണറായി വിജയൻ സർക്കാർ കൈക്കൊണ്ട പല വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങളും നയങ്ങളുമാണ് ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സഭയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പല അഴിമതി ആരോപണങ്ങളിലും നയപരമായിട്ടുള്ള പരാജയങ്ങളിലും മുൻ സർക്കാരിൻ്റെ ഒപ്പുകൾ ഉള്ളതിനാൽ തന്നെ ഭരണപക്ഷത്തെ വിരൽ ചൂണ്ടാൻ പ്രതിപക്ഷത്തിന് ധാർമ്മികമായിട്ടുള്ള അവകാശമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം മുൻ സർക്കാരിൻ്റെ ഫയലുകളും ഉത്തരവുകളും ഒക്കെ സഭയിൽ നിരത്തി പ്രതിപക്ഷത്തെ പ്രതികൂട്ടിലാക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെട്ടിലാവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ഇടപാടുകൾ, PM ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ മുൻ സർക്കാർ സ്വീകരിച്ച ജനവിരുദ്ധ നിലപാടുകൾ ഇപ്പോൾ സഭയിൽ ചർച്ചയാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ്. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ സ്വന്തം തീരുമാനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. സഭയിൽ അടുത്തിടെ വലിയ തർക്കങ്ങൾക്ക് കാരണമായ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖ കരാറിലെ വ്യവസ്ഥകൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്. വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് തങ്ങളുടെ 49% ഓഹരികൾ വിദേശ കമ്പനിക്ക് വിൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ കുത്തകവൽക്കരണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ പ്രതിപക്ഷം എതിർത്തെങ്കിലും മുൻപ് പിണറായി വിജയൻ്റെ കാലത്ത് ഒപ്പിട്ട കരാർ അനുസരിച്ച് 25% വരെ ഓഹരികൾ വിൽക്കാൻ അദാനിക്ക് പൂർണ്ണ അനുമതി നൽകിയിരുന്നു എന്ന വസ്തുത ഭരണപക്ഷം സഭയിൽ തുറന്നു കാട്ടി. മുൻപ് ഇടതു സർക്കാർ ഭരണത്തിലിരുന്നപ്പോൾ അദാനി ഗ്രൂപ്പിനെ വികസന നായകനായിട്ട് ചിത്രീകരിക്കുകയും വിഴിഞ്ഞത്ത് വലിയ ഫ്ലക്സ് ബോർഡുകളൊക്കെ തന്നെ സ്ഥാപിച്ചുകൊണ്ട് അതിനെ വലിയ രീതിയിൽ കൊണ്ടാടുകയും ചെയ്ത CPM ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കുത്തക വിരുദ്ധത പ്രസംഗിക്കുന്നതിലെ ആ രാഷ്ട്രീയ വൈരുദ്ധ്യമാണ് VD സതീശൻ സഭയിൽ ആയുധമാക്കിയത്. അദാനി ഗ്രൂപ്പിൻ്റെ പോർട്ടുകളിൽ പങ്കാളിയായ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനിയായിട്ടുള്ള MSCയുടെ നിക്ഷേപത്തെ മുൻപ് പുകഴ്ത്തിയ ഇടതുപക്ഷം ഇപ്പോൾ അതിനെതിരെ രംഗത്ത് വരുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് ഭരണപക്ഷം സ്ഥാപിച്ചതോടെ
പ്രതിപക്ഷത്തിന് മറുപടിയില്ലാതെയായി. പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി പോലും അദാനിയുമായി 10 കൊല്ലത്തോളം അടുത്ത ബന്ധം പുലർത്തിയത് ഇടതുപക്ഷമാണെന്ന് സഭയിൽ ചൂണ്ടിക്കാണിച്ചതോടെ പ്രതിപക്ഷ നേതാവിൻ്റെ മൗനം കൂടുതൽ പ്രകടമായി. ഇടതുപക്ഷ ഭരണകാലത്ത് വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചട്ടങ്ങളിൽ വരുത്തിയ ഇളവുകളും നിയമലംഘനങ്ങൾക്ക് നേരെ കണ്ണടച്ചതുമായിട്ടുള്ള നടപടികൾ ഭരണപക്ഷം ഒന്നൊന്നായിട്ട് സഭയിൽ എണ്ണി എണ്ണി പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ പോലും മേലാത്ത അവസ്ഥയാണ് ഉള്ളത്. അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളെ AKG സെൻറ്ററിൽ വിളിച്ചു വരുത്തി സൽക്കരിച്ചതും ഔദ്യോഗിക ചടങ്ങുകളിലൊക്കെ തന്നെ അദാനിയുടെ ലോഗോ പതിച്ച ജാക്കറ്റ് ധരിച്ച് മുഖ്യമന്ത്രിയും കുടുംബവും സന്ദർശനം നടത്തിയതുമെല്ലാം തന്നെ ഇന്ന് ഇപ്പോൾ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തെ അടിച്ചിരുത്താനുള്ള ഒരു മികച്ച ആയുധമായി തന്നെ മാറിയിരിക്കുകയാണ്. മുൻപ് ഭരണത്തിലിരുന്നപ്പോൾ വികസനത്തിൻ്റെ പേരിൽ അദാനിക്ക് പച്ചക്കൊടി വീശിയവർ പ്രതിപക്ഷത്തായപ്പോൾ പെട്ടെന്ന് നിലപാട് മാറ്റി അദാനിയെ കുത്തക മുതലാളിയായിട്ട് ചിത്രീകരിക്കുന്നത് എന്ത് നിലപാടാണെന്ന് ഭരണപക്ഷം ഇവിടെ പരിഹസിക്കുമ്പോൾ സഭയിൽ അണികളുടെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനിടെയാണ് മുൻ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന ആളെന്ന നിലയിൽ ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു വ്യക്തത വരുത്താൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് ആക്രോശിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത്. ഇത് പ്രതിപക്ഷ നേതാവിനെ സഭയിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതിനും കാരണമായി മാറി. അദാനി വിഷയം കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുൻ ഇടതു സർക്കാർ ഒപ്പുവെച്ച കരാറും സഭയിൽ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഉയർത്തിയത്. കേന്ദ്രത്തിന് മാത്രം ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ വ്യവസ്ഥയുള്ള ഒരു ജനവിരുദ്ധ കരാറിൽ എന്തിനാണ് കേരളം ഒപ്പുവെച്ചതെന്ന് VD സതീശൻ സഭയിൽ ആഞ്ഞടിച്ചപ്പോൾ ഒടുവിൽ ഉത്തരം മുട്ടിയ പ്രതിപക്ഷ നേതാവിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട 1700 കോടി രൂപയുടെ ഫണ്ടിന് വേണ്ടിയാണ് തങ്ങൾ അതിന് തയ്യാറായതെന്ന് സഭയിൽ സമ്മതിക്കേണ്ടി വന്നു. കേരളത്തിൻ്റെ താല്പര്യങ്ങളും രാഷ്ട്രീയ നിലപാടുകളും പണത്തിനു വേണ്ടി മുൻ സർക്കാർ പണയം വെച്ചുവെന്ന ഭരണപക്ഷത്തിൻ്റെ ആരോപണത്തെ ചെറുക്കാൻ പ്രതിപക്ഷത്തെ മറ്റ് അംഗങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല. കരാർ ഒപ്പിട്ട ശേഷം അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് കാണിച്ചുകൊണ്ട് മുൻ സർക്കാർ കേന്ദ്രത്തിന് ഔദ്യോഗികമായിട്ട് ഒരു കത്ത് പോലും നൽകിയിട്ടില്ലെന്ന വസ്തുത കൂടി പുറത്തു വന്നതോടെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയമായിട്ട് പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയ്ക്കാണ് നിയമസഭ കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഇവയ്ക്കെല്ലാം പുറമെയായിട്ട് സംസ്ഥാനത്ത് വലിയ വിവാദമായ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും മുൻ ഇടതു സർക്കാരിൻ്റെ കാലത്താണ് നടപ്പാക്കപ്പെട്ടത് എന്നത് യാഥാർത്ഥ്യം. അത് പ്രതിപക്ഷത്തിൻ്റെ പോരാട്ട വീര്യം പൂർണ്ണമായും ചോർത്തിക്കളഞ്ഞു. ബെക്കാഡി കമ്പനിക്ക് അനുകൂലമായിട്ട് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനും നികുതി ഇളവ് നൽകാനുമുള്ള ഫയലുകൾ മുൻ എക്സൈസ് മന്ത്രി MV ഗോവിന്ദൻ്റെ കാലത്ത് തിടുക്കപ്പെട്ട് നീക്കിയതാണെന്ന് ഭരണപക്ഷം തെളിവുകൾ സഹിതം വ്യക്തമാക്കിയതോടെ പ്രതിപക്ഷത്തിൻ്റെ അഴിമതി വിരുദ്ധ വാദങ്ങളും അപ്രസക്തമായി മാറി. നിലവിലെ സർക്കാർ സംസ്ഥാനത്ത് മദ്യവ്യാപനത്തിന് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് സഭയിൽ ബഹളമുണ്ടാക്കാൻ ശ്രമിച്ച പ്രതിപക്ഷത്തോട് സംസ്ഥാനത്തെ ബാറുകളുടെ എണ്ണം 30-ൽ നിന്ന് 900 ഉയർത്തിയതും ബാറുകളുടെയും ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെയും ഒക്കെ തന്നെ പ്രവർത്തന സമയം നീട്ടി നൽകിയതും IT പാർക്കുകളിൽ പബ്ബുകൾ തുടങ്ങാൻ പഠനം നടത്തിയതുമെല്ലാം തന്നെ പിണറായി വിജയൻ്റെ ഭരണകാലത്താണെന്ന് ഭരണപക്ഷവും ഓർമ്മിപ്പിച്ചു. സ്വന്തം കാലത്തെ ഈ തീരുമാനങ്ങൾ കാരണം സഭയിൽ പ്രതിപക്ഷ നേതാവ് മൂലയ്ക്കൊതുങ്ങുമ്പോൾ പാർട്ടിയിലെ മറ്റ് അംഗങ്ങളും എന്ത് പറയണമെന്നറിയാതെ ഇപ്പോൾ നിശബ്ദരായി ഇരിക്കുന്ന കാഴ്ചയാണ് സഭയിൽ. ഈ സാഹചര്യത്തിൽ ഇനിയും സഭയിൽ നാണം കെടാതെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞ് രാജിവെച്ച് കൊടുക്കണമെന്നും സർക്കാരിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനായിട്ട് കെൽപ്പുള്ള KN ബാലഗോപാലിനെ പോലെയുള്ള ഒരാൾക്ക് ആ പദവി കൈമാറണമെന്നുമുള്ള ആവശ്യം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്.